പണ്ടൊരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്ന് പിന്നീടൊരിക്കൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിട്ടില്ലേ? ക്രിക്കറ്റ് കളിക്കുമ്പോൾ കളഞ്ഞുപോയ ബോൾ മറ്റൊരിക്കൽ തിരിച്ച് കിട്ടിയതുപോലെ, കഴിഞ്ഞ ആഴ്ച കാണാതെയായ പേന ബാഗിൽ നിന്ന് തിരിച്ച് കിട്ടിയതുപോലെ, തെറ്റിപ്പോയ നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം മറ്റാരുടെയോ കണക്ക് കൂട്ടലും കുറയ്ക്കലുമാണ് ഇതിലേക്ക് നയിക്കുന്നത്. ആൽക്കെമിസ്റ്റിലെ നിധി തേടിയിറങ്ങുന്ന കഥാനായകൻ അവസാനം തുടങ്ങിയവിടെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. കസ്തൂരിമാൻ കസ്തൂരിയുടെ സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി കാട് മുഴുവൻ അലഞ്ഞു തിരിയുന്നു. അത് തൻ്റെ ഉള്ളിലാണെന്നറിയാതെ. ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ പാരിതോഷികമായി ആരെങ്കിലും ഉത്തരം തുടക്കത്തിൽ കൊണ്ട് വെക്കുന്നതാണെങ്കിലോ? കസ്തൂരിമാൻ ലോകം മൊത്തം തപ്പി ഇറങ്ങുന്നത് കണ്ട് ആരെങ്കിലും ആ മണം അതിൽ കൊണ്ട് നിറച്ചതാണെങ്കിലോ? പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നമ്മളതിൻ്റെ യുക്തി തപ്പി ഇറങ്ങാറില്ല. ഇവിടെ കഥാകാരനും സുഹൃത്തുക്കളും അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലാണ്. ോ ഇവനിതങ്ങോട്ടേക്ക് പോകുന്നത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ എക്സാം ആണല്ലോ. ഒന്ന് മയങ്ങി എണീറ്റപ്പോഴേക്ക് എന്താ സംഭവിച്ചു ഇവിടെ? അതിൻ്റെ ഇടയിൽ അവൻ വീഴാനും പോയോ? പൊന്നു മോനെ ഒന്ന് നോക്കി പോടാ നീ. ഇവനെന്തിനാ ഇപ്പൊ ലൈബ്രറിയിലേക്ക് വന്നത്? എടാ, എന്റെ കാൽക്കുലേറ്റർ ഉണ്ടായിരുന്നോ നീ? ഇല്ലടാ, കാൽക്കുലേറ്റർ കാണാനില്ല. നിക്ക് സാധനം എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ മോനെ. ഇനി ലൈബ്രറിയിലാണോ കാണാതെ പോയത്? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിന് മാർക്ക് കുറവായിരുന്നു, അതാ പ്രശ്നം. അതുകൊണ്ട് നല്ലോണം പഠിക്കണം. പിന്നെ സ്കോളർഷിപ്പ് ഇല്ലേ? സ്കോളർഷിപ്പ് ഇത് റെഡിയാലേ കിട്ടൂ. അമ്മ പ്രാർത്ഥിക്കണേ. ശരി അമ്മ, എന്നാ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യട്ടെ. ശരി, ഓക്കെ. ആടാ, ഇതായിരുന്നു. ബെസ്റ്റ്. ഇത് കാൽക്കുലേറ്റർ എടുക്കാതെ തോന്നുന്നു. അവന്റെ പിന്നാലെ പോയിട്ട് എന്താടാ കാര്യം? കാൽക്കുലേറ്ററിന്റെ അവിടേക്ക് പോ. കാൽക്കുലേറ്റർ കാണാനില്ലേ? ഇതെന്ത് പറയുക? പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മതിയായി പഠിച്ചിട്ട്. ഒന്ന് കത്തിക്കാൻ പോയാലോ? കത്തിക്കാൻ പോവാം. Clock ticking on the wall and my thoughts fill the air. I'm painting all my visions with the stories that I bear. Cruising past the struggles, leave my doubts in the past. Every moment that I live, trying to make it all last. Truth in my words, sipping like it's black tea. Roads never easy, but I'm running on my feet. Lessons in the scars, അതാ tell a പ്രശ്നം. tale on my skin. അതുകൊണ്ട് നല്ലോണം പഠിക്കണം. പിന്നെ സ്കോളർഷിപ്പ് ഇല്ലേ? സ്കോളർഷിപ്പ് ഇത് റെഡിയാലേ കിട്ടൂ. അമ്മ പ്രാർത്ഥിക്കണേ. ശരി അമ്മ, എന്നാ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യട്ടെ. ശരി, ഓക്കെ. And my thoughts fill the air. I'm painting all my visions with the stories that I bear. Cruising past the struggles, leave my doubts in the past. Every moment that I live, trying to make it all last. ഇവൻ ഇത് എവിടെ നിന്ന് കയറി വന്നേ വധൂരി? ഇവന്റെ അഡ്മിൻ ഇത് എവിടെ നോക്കിയിരിക്കുക? സന്ധ്യാവേ, ട്രേസിസ് അഡ്മിൻ. Admin 06922 sir. Current status. Please don't call. Message only. കോൾ അവൻ ഇപ്പൊ തന്നെ ഓടി വരാൻ പറ അവനോട്. Done. ഷെഡ്യൂൾ പ്രകാരം 6 മാസം കഴിഞ്ഞിട്ട് അവൻ്റെ കല്യാണമാണ്.
ഈ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവുമല്ലോ. ആ വരണം സാർ, വരണം. ഇരിക്കണം സാർ, ഇരുന്നാട്ടെ. പിന്നെ എങ്ങനെ പോകുന്നു സാർ ക്ലസ്റ്ററൊക്കെ? എല്ലാം ഹാപ്പി അല്ലേ? പിന്നല്ലാണ്ട് ചോദിച്ചത് നന്നായി. ഞാൻ അടുത്ത സ്ക്രം കോളിൽ പറയാനിരിക്കുകയായിരുന്നു. ഈയിടെയായിട്ട് എല്ലാം ഭയങ്കര സ്മൂത്താണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിലേറെ സ്റ്റെബിലൈസ് ആവാൻ പോകുന്ന. സാറിന്റെ അഭിപ്രായം എന്താ? സ്റ്റെബിലൈസ് കോപ്പ്. സത്യം പറയണം, നീ അവിടെ ഗെയിം കളിച്ചിരിക്കായിരുന്നില്ലേ? അത് പിന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വേണ്ടേ ബ്രോ? നിന്റെ ക്ലസ്റ്ററിലെ ഹൃത്തിക്ക് എന്താടാ കാണിക്കുന്നത്? ഗെയിം കളിച്ചിരുന്നപ്പോ ഞാൻ നോക്കി, അപ്പൊ അവൻ സീർട്ട് വലിക്കാൻ പോയി. എക്സാമിന്റെ സ്ട്രെസ് ഒക്കെ അല്ലേ സാർ? സ്ട്രെസ് അവനല്ലടാ, എനിക്കാണ് ഇവിടെ സ്ട്രെസ്. ചിൽ ബ്രോ ചിൽ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. സിഗരറ്റ് വലിക്കുന്നതിന് മുന്നേ അവൻ എന്താടാ ചെയ്തത്? സിഗരറ്റ് വലിക്കുന്നതിന് മുന്നേ അവൻ ലൈബ്രറിയിൽ പോയി പഠിച്ചു, മടുത്തു, ബുക്കും കാൽക്കുലേറ്ററും പാക്ക് ചെയ്തു, വെള്ളം കുടിക്കാൻ പോയി, രണ്ട് ഗ്ലാസ് തണുത്ത വെള്ളം കുടിച്ചു, തിരിച്ചു വന്നു, കാൽക്കുലേറ്റർ എടുത്ത് ബാഗിൽ വെച്ചു, പോയി സിഗരറ്റ് വലിക്കാൻ പോയി. എന്താ, ഒരു പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നവും തോന്നുന്നില്ല. സീനിയർ ജൂനിയർ സമ്മതിച്ചു സാർ. മൂത്രം ഒഴിക്കാൻ മറന്നുപോയല്ലേ? ഓക്കെ. എന്താടാ നീ കാണിക്കുന്നത്? ലേണിംഗ് സാർ, ലേണിംഗ്. അതല്ലടാ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്ററോ? കാൽക്കുലേറ്റർ അത്യാവശ്യമാണ്. കാൽക്കുലേറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സാർ. ഫിനാൻസ് എക്സാമിന് കാൽക്കുലേറ്റർ ഇല്ലാതെ പോയ പൊട്ടും സാറേ. സാറിന് വലിയ അറിവില്ല. അതല്ലടാ, അവനെന്തിനാ 2 കാൽക്കുലേറ്റർ? അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും സാറേ? എടാ ഞാനിതിവിടെ പോസ് ചെയ്ത് വെച്ചിരിക്കാം, എനിക്കിത് അധികാരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓ, അത് ചേട്ടനായിരുന്നല്ലേ. ഞാൻ വീണ്ടും ആ നെറ്റ്വർക്കുകാരന്മാരെ തെറി വിളിക്കാൻ പോവുക. എടാ നീ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്ക്. ഇപ്പം സെറ്റാക്കി തരാം. നമ്മൾ ടൈം ട്രാവൽ ചെയ്യുന്നു, പുറകോട്ട് പോകുന്നു, കാൽക്കുലേറ്റർ ഫർസന്റെ ബാഗിൽ വെക്കുന്നു. സിമ്പിൾ. വേണമെങ്കിൽ ഹൃത്തിക്കിന്റെ കാൽക്കുലേറ്റർ നിങ്ങൾ എടുത്തോ. എടാ നിന്നെ ആരടാ അഡ്മിൻ ആക്കിയത്? അണ്ണൻ. എന്റെ പൊന്നു കുട്ട, ടൈം ട്രാവൽ ചെയ്യാനുള്ള ആക്സ് ഒക്കെ അണ്ണന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഡാർക്ക്. പിന്നെ ഒരു സപ്ലൈ അല്ലേ, അത് വരട്ടെ. നമ്മുടെയൊക്കെ തന്നെ IPS ആവേണ്ട ടൈമിലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആരുടെയൊക്കെ കാൽക്കുലേറ്റർ എടുത്തോണ്ട് കിടക്കുന്നു ബോധമില്ലാതെ. അതെനിക്ക് സൊന്ന പുരിയാത്. വീടിന്റെ ജപ്തി, അമ്മയുടെ ഗോൾഡ് ലോൺ, ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലെ പ്രഷർ, മിഡിൽ ക്ലാസ് പ്രോബ്ലം ഉണ്ടാ. സാറിന്റെ തമിഴ് പടമൊക്കെ കാണാറുണ്ടോ? നീ അത് ഇതിനൊരു പരിഹാരം പറ. ഹൃത്തിക്ക് ഇപ്പൊ കാൽക്കുലേറ്റർ എടുത്തിട്ട് എങ്ങോട്ടേക്കാ പോയത്? അവൻ ഒരു സെറ്റ് വലിക്കാൻ പോയി, ഒരെണ്ണം വലിച്ചു, എന്നിട്ട് ഒരെണ്ണം പോക്കറ്റ് വെച്ചിട്ട് തിരിച്ചങ്ങ് ലൈബ്രറിയിലേക്ക് പോയി. എടാ അവനെന്തിനാടാ പിന്നെ ലൈബ്രറിയിലേക്ക് പോയത്? അവൻ ആ കാൽക്കുലേറ്റർ എടുത്തിട്ട് അവിടെ എങ്ങാനും വെച്ച് മറന്നാലാ? സന്ധ്യാവേ, ഫോളോ ഹൃത്തിക്. അവ ഏതോ കൂട്ടുകാരനെ വിളിക്കാൻ പോയതാ. ശരി, ഇത് എന്റെ പണിയായിരുന്നല്ലേ? ഏത് പണി? എന്ത് പണി? എന്താ പ്രശ്നം? എന്താ? കാണ് ദ്രോഹിച്ചതൊന്നും പോരല്ലടാ എനിക്ക്. കുറുമ്പലേശം കൂടുതലാണ് അവന്. എടാ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. നീ ആദ്യം അവനെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ അത് പറ. അത് കുറച്ച് ടഫാണ്. കാരണം നമ്മുടെ ആൾ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അയാൾ എക്സാം എഴുതുമെന്ന് പോലും നമുക്കറിയത്തില്ല. എടാ എന്താടാ നീ പറയുന്നത്? നീയാണോ അവനെ കൺട്രോൾ ചെയ്യുന്നത്, അവനാണോ നിന്നെ കൺട്രോൾ ചെയ്യുന്നത്? സർ, അത്യാവശ്യം ഫ്രീ വിൽ അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ക്ലസ്റ്ററാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് അവൻ IPS പാസ്സാവാതിരുന്നത്. സർ, അപമാനിക്കരുത് സർ, പ്ലീസ് അപമാനിക്കരുത്. എടാ തമാശയല്ല, എൻ്റെയും പണി പോകുന്ന കേസാ. നീ ഒന്ന് ആലോചിക്ക്. എൻ്റെ ഒരു നിഗമന പ്രകാരം അവൻ ഇനി എക്സാം ഹാളിൽ എത്തിയിട്ടേ ബാഗ് തുറക്കാൻ പോകുന്നുള്ളൂ. അപ്പം എക്സാം ഹാളിൻ്റെ മുമ്പിൽ എന്തായാലും കാൽക്കുലേറ്റർ എത്തും. ഉറപ്പായിട്ടും എത്തും. അങ്ങനെയാണെങ്കിൽ 2 കാൽക്കുലേറ്റർ കാണുമ്പം എന്തായിരിക്കും ഹൃത്തിക്കിൻ്റെ റിയാക്ഷൻ? ഒരു കാൽക്കുലേറ്റർ എന്തായാലും അകത്തോടെ എടുക്കുമായിരിക്കും, മറ്റേ എന്തായാലും അവൻ പുറത്ത് വെച്ചിട്ട് പോകും. എടാ പുറത്ത് വെച്ചിട്ട് പോവോ? സാർ, നമ്മുടേതല്ല, നമ്മളത് അവിടെ വെച്ചു. പിന്നെ അന്യന് മുതൽ നമ്മൾ ആഗ്രഹിക്കരുത് സാർ, ആഗ്രഹിക്കരുത്. എടാ എനിക്കിത് തീരെ വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. എന്താ സാർ പറയുന്നത്? ആസ് എൻ അഡ്മിൻ ഓഫ് ക്ലസ്റ്റർ 06922 ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കാൽക്കുലേറ്റർ പുറത്ത് വയ്ക്കാൻ. എടാ ഞാനിത് പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. നിനക്ക് 100% ഉറപ്പാണല്ലോ അല്ലേ? സാർ, 101% ഉറപ്പാണ് സാർ. നമ്പിനോ കൈവിടപ്പെടാതെ. ഓ, നീയും തമിഴ് സിനിമയൊക്കെ കാണുന്നുണ്ടല്ലേ? ഓ, അതാണല്ലോ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് സാർ. ഇതിൽ ശ്രദ്ധിക്കും സാർ. യെസ് ഇമാജിൻ ചെയ്യും. അപ്പം നീ പറഞ്ഞതുപോലെ ഹൃത്തിക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് ക്ലാസ് റൂമിൻ്റെ പുറത്ത് വെച്ചെന്ന്
വിചാരിക്കേ. അല്ല, ഈ വിചാരിക്കാൻ എന്താ, അത് സംഭവിച്ചിരിക്കും. നീ അത് പ്ലാൻ ശ്രദ്ധിക്ക്. ഹൃത്തിക്ക് വരട്ടെ. ഹൃത്തിക്ക് വരുന്നു, ബാഗ് തുറക്കുന്നു, 2 കാൽക്കുലേറ്റർ കണ്ടിട്ട് നീ പറഞ്ഞതുപോലെ ഒരു കാൽക്കുലേറ്റർ എടുത്ത് പുറത്ത് വെക്കുന്നു. എന്നിട്ട് ഹൃത്തിക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. പെർഫെക്റ്റ് പ്ലാൻ. അല്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ നിൽക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും കാൽക്കുലേറ്റർ എടുത്തിട്ട് അകത്തേക്ക് പോയാലോ? അതിനിപ്പോ എന്താ, നമുക്ക് അവരുടെ ക്ലസ്റ്റർമാരെ കൂടെ വിളിക്കാം. ഫ്രെയിമിൽ നമുക്ക് ഒരുപാട് സ്ഥലമുണ്ടല്ലോ. ഓ, എന്നാ എളുപ്പമായല്ലോ. അണ്ണനെ കൂടെ വിളിക്കാം അങ്ങനെയാണെങ്കിൽ. അത് വേണ്ട, അത് വേണ്ട. ഇവരെല്ലാവരും ക്ലാസ്സിലേക്ക് വരട്ടെ. ഇനി കൃത്യ കുറച്ച് ലേറ്റ് ആയിട്ട് എക്സാമിന് കയറിയാൽ മതി. നമ്മുടെ ചെക്ക എപ്പോഴും ലേറ്റ് ആയിട്ട് വരാറ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഫർസാനെ റൂമിലേക്ക് പറഞ്ഞിടാൻ പറ്റും. കാൽക്കുലേറ്റർ അവനോട് വെച്ച് മറന്നെന്ന് അവന് ഫീഡ് ചെയ്തോണ്ട്. ബ്രില്യൻ്റ് ഐഡിയ സർ. അല്ല, നിന്റെ പയ്യനിപ്പോൾ എന്ത് ചെയ്യാ? അവനിപ്പോ ഈനോസിനെ ഡ്രോപ്പ് ആക്കിയിട്ട് വാങ്ങിച്ച സീറ്റ് റൂമിൽ വെച്ചിട്ടേ വരുള്ളൂ. ഒരു ഡൗട്ട്, നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഡ്മിൻ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞ് അവന് തൽക്കാലത്തേക്ക് ഒരു കാൽക്കുലേറ്റർ ഒപ്പിച്ചു കൊടുത്താൽ പോരെ? എടാ, അതിൽ കാര്യമില്ല. നമ്മൾ ഏത് മിസ്റ്റേക്ക് നള്ളിഫൈ ആവണമെങ്കിൽ ഫർസാന്റെ കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ എക്സാം എഴുതണം. അപ്പം ഞാൻ പോസ് മാറ്റാൻ പോവാണേ. 2 തവണ പറയുന്നതോടുകൂടി അവനിൽ ഫീഡാവും. നീ പറഞ്ഞ വിശ്വസിച്ചാണ് എല്ലാം. കാൽക്കുലേറ്റർ റൂമിലല്ലേ? കാൽക്കുലേറ്റർ റൂമിലല്ലേ? എടാ, ഹൃത്തിക് ഇപ്പൊ എവിടെയാണ്? അവൻ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എടാ, ഫർസാൻ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവൻ ലിഫ്റ്റ് കിട്ടരുത്. എന്തെങ്കിലും ചെയ്ത് അവനെ ഡിലേ ആക്ക്. ഇപ്പൊ ശരിയാക്കി തരാം. ഡാ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഡാ, എക്സാം എടാ, 2 തവണ മതി. ഇതിലും കൂടുതൽ പറഞ്ഞാൽ അവന് മനസ്സിലാവും ഗ്ലിച്ച് ആണെന്ന്. എടാ, എന്തിനാണ് ഇപ്പൊ പോസ് ചെയ്തത്? അല്ല സാർ, ഈ കോറിഡോറിൽ ഡിലേ കൊടുത്താലോ? എടാ, ഇവിടെ എന്ത് ചെയ്യാനാടാ? വാതിൽ തുറന്ന് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനോ? അത് സിമ്പിളാണ്. എടാ, എന്താടാ കാണിക്കുന്നത്? ഞാനിത് എങ്ങനെങ്കിലും ശരിയാക്കാൻ നോക്കുമ്പോ എടാ, ഇങ്ങനെ ചെയ്ത ക്യാരക്ടർ ഡീവിയേഷൻ ആവും. അല്ല സാർ, അവൻ കുട്ടാളെ പോയാലാണ് ക്യാരക്ടർ ഡീവിയേഷൻ ആവുന്നത്. എടാ, ഫർസാൻ അവിടെ കാൽക്കുലേറ്റർ ആണ്. അതൊക്കെ പാനിക് ആയിരിക്കാണ്. എടാ, അവൻ എന്തിനാടാ വീണ്ടും കൊട്ടിയത്? അയ്യോ, അത് ഞാനല്ല സാർ, ഓട്ടോ ക്യാരക്ടർ മോഡലായി പോയി. എടാ, കാൽക്കുലേറ്റർ ആണോ നിന്റെ അടുത്ത്? എൻ്റെ കയ്യിലോ? ഇല്ല ഇല്ല. എടാ, ഫർസാന് ലിഫ്റ്റ് കിട്ടരുത്. ഹൃത്തിക്ക് പോയല്ലോ അല്ലേ? ആ, അവൻ എന്താ താഴെ എത്തി. എടാ, ബൈക്ക് ഞാൻ വൈകുന്നേരം തരാവേ. ശരിടാ, കാണാം. ഇനസേ, കീ ഉണ്ടോ നിന്റെ കയ്യില്? ലേറ്റ് ആയല്ലോ, വണ്ടി ഇപ്പൊ പോയല്ലോ. ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ലടാ. നല്ല ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എടാ, എന്തിനാണ്? എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ ആണല്ലോ. അല്ല, അവർ 2 കാൽക്കുലേറ്റർ കാണുമായിരിക്കുമല്ലേ, ഒരെണ്ണം മാത്രം അറിയാതെ എടുക്കുവോ? എടാ, നീ എന്താടാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? നീ അല്ലടാ ഒരെണ്ണടുത്ത് അകത്ത് വെക്കും, ഒരെണ്ണടുത്ത് പുറത്ത് വെക്കുമെന്ന്. അതെ, പക്ഷെ ആദ്യം അവർ 2ഉം ബാഗിൽ നിന്ന് പുറത്തെടുക്കണം.
ശരിയാണല്ലോ, എനിക്കെന്തിനാ 2 കാൽക്കുലേറ്റർ? പഠിച്ചോനെ, ഇവിടെ ഇരുന്നോ? അയ്യോ, എന്നാലും കറക്റ്റ് സമയത്തിന് ആ സാറിന് അങ്ങനെ പറയാൻ തോന്നിയതേ. ആര് ചെയ്ത ഭാഗ്യമാണാവോ?